3000 രൂപ വീതം ഇവർക്ക് ആശമാരുടെ ഓണററി. പക്ഷെ അത് പറഞ്ഞിട്ടേ ഉള്ളൂ, അത് വിജ്ഞാപനം ആയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീക്കുപോക്കുകളൊക്കെ ഒരുപാട് നടത്തിയതിന് ശേഷം മാത്രമേ ആശമാരുടെ കയ്യിലേക്ക് കിട്ടുകയുള്ളൂ. ഈ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ 3000 രൂപ എന്ന് പറയുന്നത് നമ്മൾക്ക് തിരിച്ചറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. ആശാ വർക്കർമാർ കഴിഞ്ഞ 2000 ഈ പറയുന്ന 24 മുതൽ സമരത്തിലായിരുന്നു. അതായത് 25 കാലഘട്ടങ്ങളിൽ സമരമായിരുന്നു. 25 എന്തുകൊണ്ട് സമരം ചെയ്തു എന്ന് ചോദിച്ചാൽ അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ച് കിട്ടുക എന്നുള്ളതായിരുന്നു ആവശ്യം. 2016 അത് ഈ പറച്ചിൽ കേട്ട് നമുക്ക് തോന്നും ഈ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ 1 രൂപ പോലും അവർക്ക് ഓണറേറിയം നൽകിയിട്ടില്ല എന്ന് തോന്നും. 2016 പിണറായി വിജയന്റെ 1ാം മന്ത്രിസഭ അധികാരത്തിൽ കയറുന്ന സമയത്ത് ആശാ വർക്കർമാരുടെ ഓണറേറിയം എത്രയായിരുന്നു അറിയോ? 1000 രൂപയായിരുന്നു. അതിനു മുമ്പ് 500 രൂപയായിരുന്നു. VS അധികാരം ഒഴിയുന്ന സമയത്ത് 500 രൂപയായിരുന്നു അവരുടെ ഓണറേറിയം. അതിനുശേഷം ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൂട്ടി എത്രയാണെന്ന് അറിയാം? 5 വർഷം കൊണ്ട് 500 രൂപയായി കൂട്ടിയത്. ആ 500 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ VS ശിവകുമാർ എന്ന് പറയുന്ന അന്നത്തെ വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ പോയി അവർ സമരം ചെയ്തു ആശാ വർക്കർമാർ. അതിനുശേഷമാണ് 500 രൂപയെങ്കിലും കൂടുതൽ കൊടുത്തത്. അപ്പം UDF സർക്കാരിന്റെ കാലത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ അതായത് 2026 പിണറായി വിജയൻ സർക്കാർ അധികാരം ഒഴിയുമ്പോൾ ആശമാരുടെ ഓണറേറിയം എത്രയാണെന്നറിയാമല്ലോ? 9000 രൂപ അല്ലേ? അപ്പൊ 1000-9000 രൂപ വരെ എത്തണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ കൂടേണ്ടി വരും? എത്ര ആയിരം രൂപ കൂടുതൽ കിട്ടിക്കാണോ ആശമാർക്ക്? 8000 രൂപ കൂടുതൽ കിട്ടി. അപ്പൊ ഈ 10 വർഷം കൊണ്ട് 8000 കൂടിയത് എന്താ കണക്കി വരാത്തത്? 8000 രൂപ അവരുടെ ഓണറേറിയത്തിൽ വർധനമുണ്ടായി. അത് എന്താണ് കണക്കിപ്പെടാത്തത്? ആശമാരുടെ കണക്കിൽ എന്താ വരാത്തത്? അപ്പം ഇത് ആശാ സമരം എന്ന് പറയുന്ന ഒരു സ്പോൺസേർഡ് പ്രോഗ്രാം ആയിരുന്നു. ഇതിനു മുമ്പ് നമ്മൾ യോനാ ന്യൂസിൽ തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് ഇതൊരു സ്പോൺസേർഡ് പ്രോഗ്രാമാണ്, സ്പോൺസേർഡ് സമരമാണ്. ഒറിജിനൽ ആശമാരിൽ 21,000 ചില്ലുവാനം വരുന്ന യഥാർത്ഥ ആശമാരുടെ സമരം അല്ല ഈ നടക്കുന്നത്. SUCI എന്ന് പറയുന്ന, അതായത് സൂസി എന്ന് വിളിക്കുന്ന ഒരു സംഘടനയിൽപ്പെട്ട ഒരു വിഭാഗം ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം. ഇതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു സമരം.